ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സ്പോയ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ ഡ്യൂഡിൻ്റെ റിവ്യൂ ആണ്. സോ ഡ്യൂഡ് നിങ്ങൾ കണ്ടില്ലെന്ന് അറിഞ്ഞൂടെ, സ്പോയിലേഴ്സ് ഒന്നുമില്ല. ലൈക്ക് സ്പോയിലേഴ്സ് ഇടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല മൂവിയിൽ. ഇല്ലെന്ന് വെച്ചാൽ ഒരു ഡൈനാമിക് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പാക്ക് എന്നല്ല, ലൈക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. ലൈക്ക് നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ പുള്ളിക്കാരൻ്റെ ലൈക്ക് പ്രദീപ് രഘുനാഥൻ്റെ ഓൾറെഡി കണ്ട പോലെയുള്ള നമ്മളെ ലവ് ടുഡേ ആയാലും ഡ്രാഗൺ ആയാലും അതേ ഒരു വൈബ് ജിൽ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് ഈ മൂവിയും. അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ റേറ്റിംഗ് വെച്ച് പറയാനാണെങ്കിൽ മറ്റത് ഇപ്പോൾ ലവ് ടുഡേ ആയാലും ഡ്രാഗൺ ആയാലും ഞാനൊരു 8.5 ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വെച്ചിട്ടാണ്. ലൈക്ക് വേറെ ഒന്നുമല്ല, ലൈക്ക് ലോജിക്കൊന്നും ഭയങ്കരമായിട്ട് നോക്കരുത്. ലോജിക്കല്ല, ഇത് ഫാൻറ്റസിയാണ് മെയിൻലി. ഫാൻറ്റസി എന്ന് പറയുമ്പോൾ ലൈക്ക് ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പടം ഭയങ്കര കനോട്ട് ബി അക്സെപ്റ്റഡ് ആ ഒരു വൈബ് അടിക്കും. അങ്ങനെ നോക്കാണ്ട് നിങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഒരു 7.5 എനിക്ക് വർക്കായുള്ളൂ പേഴ്സണലി. ഡയറക്റ്റഡ് ബൈ കീർത്തിസ്വരൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈ രവിശങ്കർ. ആൻഡ് ഇതിലുള്ള കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രദീപ് രഘുനാഥൻ, മമിത, പിന്നെ നമ്മുടെ മലയാളത്തിൽ ലൈക്ക് റോൾസ് ചെയ്യുന്ന ഹൃദു ഹരുൺ, പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് പറയാനാണെങ്കിൽ ശരത് കുമാറുണ്ട്, പിന്നെ പുള്ളിക്കാരൻ്റെ അമ്മയായിട്ട് വരുന്ന രോഹിണിയുണ്ട്. സോ മൂവി ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 7.5 എനിക്ക് വർക്കൗട്ടായത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ഫിലിം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ആക്ഷൻ പാക്ക്, ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് ചില്ലായിട്ടുള്ള വൈബാണ്, ഭയങ്കര ഡൈനാമിക്കാണ്. ഫസ്റ്റത്തെ പാർട്ട് ലൈക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോയി എന്തൊക്കെയാണ് എനിക്ക് ആ മൊമെൻറ്റ് ഫീൽ ചെയ്തത്. കാരണം പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പം അത് കട്ടാവരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ലൈക്ക് നോട്ട് ചെയ്ത് പോയി. അപ്പോൾ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എനർജി പാക്കായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നോ ബഫറേ ഇല്ലായിരുന്നു. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആക്ഷൻ പാക്കായിട്ട് എന്ന് തന്നെ ചാടി മറിഞ്ഞ് ഓടി ബഹളം. ആ സമയത്താണ് നമ്മൾ ലൈക്ക് ടൈറ്റിൽ കാർഡ്സ് പോലെ ഓരോരുത്തർ പേരൊക്കെ എഴുതി കാണിക്കുന്നത്. ആൻഡ് ആ ഒരു മൊമെൻറ്റ്സ് ആയിട്ടൊരു ഐ തിങ്ക് ഒരു 10 മിനിറ്റ് ഭയങ്കര രസമാണ്. ഫിലിം ഓൺ ടു സ്റ്റാർട്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ലാഗായിട്ടോ ലൈക്ക് ഡ്രാമ കാണിച്ചോ, ലൈക്ക് ഒരു സാധാരണ നമ്മൾ ഫിലിം കാണുമ്പോൾ ഈ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ കാണിച്ച് ഒരു സിറ്റിയിൽ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വാമപ്പായിട്ടാണ് ഫിലിം ഓപ്പൺ ആവുന്നത്. മോസ്റ്റ്ലി അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഇവിടെ പ്രദീപിൻ്റെ സ്ഥിരമായിട്ടുള്ള രീതി പോലെ ബാം അങ്ങനൊരു ഓപ്പണിംഗ് ആയിരുന്നു. ആൻഡ് അലോങ് വിത്ത് സായി അഭയങ്കറിൻ്റെ മ്യൂസിക് ആ ഒരു ഇൻട്രോ പാട്ടിൽ ഭയങ്കര വർക്കായിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ആ ഇൻട്രോ പാട്ട് ഭയങ്കര രസമുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഇൻട്രൊഡക്ഷനും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്ത ആ മൊമെൻറ്റ്സ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അമ്മയപ്പനല്ല കസിൻ്റെ മുറപ്പെണ്ണായിട്ടാണ് മമിത വരുന്നത്. പുള്ളിക്കാരൻ്റെ മമിതയുടെ അച്ഛനായിട്ട് വരുന്ന നമ്മുടെ ശരത് കുമാറിന് നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. ശരത് കുമാർ ഭയങ്കര എനർജിയായിരുന്നു. ലൈക്ക് ഞാൻ ശരത് കുമാറിനെ കണ്ടത് നമ്മുടെ 2020 2020 എനിക്ക് ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് തോന്നിച്ച പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എത്രത്തോളം എനർജി ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പാട്ടിൽ ലൈക്ക് ഊരും ബ്ലഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിലൊരു ചെറിയൊരു സീക്വൻസ് കാണിക്കുമ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അല്ല, മെയിൻ റോള് പുള്ളിക്കാരൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മെയിൻ റോൾ ഓവറോൾ ഫിലിമിൽ മൊത്തത്തിൽ പുള്ളിക്കാരൻ കാസ്റ്റ് ചെയ്യുന്നുള്ളൊരു റോൾ തന്നെയാണ്. അപ്പം ആദ്യം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ആയിട്ടെങ്കിലും പക്ഷേ എനർജി പുള്ളിക്കാരൻ്റെ അടിപൊളിയായിട്ട് എനർജി നല്ല ലൈക്ക് ഓൺ സ്ക്രീൻ പ്രസൻസ് ആയാലും ആ എനർജി പുള്ളിക്കാരൻ ഡൗൺ ആക്കിയിട്ടേ ഇല്ല. ആ പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്രഷൻ, പുള്ളിക്കാരൻ്റെ റിപ്പൾസീവ് ആയിട്ടുള്ള ലൈക്ക് എക്സ്പ്ലോഷൻസ്, ലൈക്ക് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ കാരണം ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നല്ല വൃത്തി എവിഡൻ്റ് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പ്രസൻസ് നല്ലപോലെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഊരും ബ്ലഡ് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ഞാൻ കോളേജ് സ്റ്റുഡൻ്റാണ്. സോ കോളേജ് സ്റ്റുഡൻറ്റിൽ കോളേജിൽ ഞാൻ ഡ്രസ്സ് ചെയ്യണതിന് മുന്നേ എപ്പോഴും കേൾക്കുന്നൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ആദ്യമൊക്കെ എനിക്ക് ആൾക്കാർ കമൻസൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഐ ഡോണ്ട് കെയർ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സിനിമയിൽ ലൈക്ക് തിയേറ്ററിൽ പോയി ആ വലിയ സ്ക്രീനിൽ ആ പാട്ട് കാണാം. കാരണം കുറേ കട്ട് സീൻസ് എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. മറ്റേ ഒറിജിനൽ പാട്ടും കൊള്ളാം, ഇത് ഭയങ്കര രസമുണ്ട്. ഇത് എന്തായാലും നിങ്ങൾ കാണണം. അതാണ് മെയിനായിട്ട് ആ പാട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു ഫാൻറ്റസി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡാർക്ക് അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കരുത്. ഞാനാണ് രഘു ലൈക്ക് പ്രദീപിൻ്റെ സ്ഥാനത്തെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫിലിം എൻജോയ് ചെയ്തില്ല. സോ ഫിലിമിൽ കുറേ മെസ്സേജസ് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ലാസ്റ്റ് ക്ലിയർ ആവുന്നുണ്ട്. ലൈക്ക് ആരാണ് മാറേണ്ടത്, എങ്ങനെയാണ് മാറേണ്ടത്, നമ്മളാണോ മാറേണ്ടത്, ലൈക്ക് വേറെയാണോ മാറേണ്ടത്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ലൈക്ക് ഫിലിമിലും ഓവറോൾ അതിങ്ങനെ പോയി ഒരു പീക്ക് എത്തിയിട്ട് അത് ക്ലിയർ ആക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോജിക്കലി കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല, ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പിന്നെ ഫിലിം ഭയങ്കര ഫാസ്റ്റ് പേസ് എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് കാര്യം നടക്കുന്നത്. ഒന്നിങ്ങനെ കാണിക്കുന്നു, അതാവുന്നു, അതിങ്ങനെ കാണിക്കുന്നു, അതിങ്ങനെയാണ്, അങ്ങനെയാണ് ഫിലിം പോകുന്നത്. സോ ബി റെഡി ടു ലൈക്ക് എല്ലാം ഗ്രാസ്പ് റെഡി ആയിരിക്കണം. നിങ്ങൾ ഓൾറെഡി ആ ഒരു ഫ്ലോയിൽ ആദ്യത്തെ ഒരു ഫാസ്റ്റ് പേസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾ ആ ഫിലിമിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. സോ ഞാൻ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റ് പേസ് ആണ് മൂവി മൊത്തത്തിൽ. പിന്നെ പറയാനാണെങ്കിൽ രോഹിണി, ഞാൻ നേരത്തെ പറഞ്ഞ മദർ ക്യാരക്ടറായിട്ടുള്ള രോഹിണിയും അലോങ് വിത്ത് രഘുനാഥൻ്റെ ലൈക്ക് പ്രദീപിൻ്റെയും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാദർ ക്യാരക്ടർ ശരത് കുമാറിൻ്റെ അത് വീണ്ടും പറയണം. ലൈക്ക് ഞാൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ പോയിന്റിൽ ഇങ്ങനെ പുള്ളിക്കാരൻ സ്ക്രീനിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരൻ വരുമ്പോൾ എനിക്ക് പിന്നെ എഴുതിയേ പറ്റൂ. കാരണം പുള്ളിക്കാരൻ എനർജി എന്ന് ലൈക്ക് ടോപ്പ് നോച്ചാണ്. ലൈക്ക് ഹിലേറിയസ് ആണ്. ലൈക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ശരത് കുമാർ ഡിഡ് റിയലി നെയിൽഡ് ഹിസ് റോൾ ആസ് എ ഫാദർ, ലൈക്ക് ആസ് എ മിനിസ്റ്റർ. ഈസ് പ്രൈം മിനിസ്റ്ററാണ് പുള്ളിക്കാരൻ. സോ പ്രൈം മിനിസ്റ്ററാണ്, മിനിസ്റ്ററാണ് മിനിസ്റ്ററാണെന്ന് തോന്നുന്നു, മിനിസ്റ്റർ. സോ പുള്ളിക്കാരൻ്റെ റോൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റോപ്പിലാണ് ഫിലിം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ലൈക്ക് ആ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോപ്പർ സ്റ്റോപ്പിലാണ് ലൈക്ക് ഫിലിം വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ലൈക്ക് ആക്ഷൻ സീക്വൻസ് എന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസ് ഒന്ന് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫാസ്റ്റിൽ പോകും. ലൈക്ക് ഫസ്റ്റ് ഹാഫ് ലൈക്ക് ഭയങ്കര ഫാസ്റ്റ് പോകും. ഏതൊരു റിവ്യൂവിൽ ഞാൻ ആരോ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞാണ് ലൈക്ക് ഇതിൽ ഇമോഷൻസ് കുറച്ച് കുറവാണ്, ആക്ഷനാണ് കൂടുതൽ. പക്ഷേ എനിക്ക് ലൈക്ക് അങ്ങനെ തോന്നിയില്ല. ലൈക്ക് ഇമോഷൻസ് ആവശ്യത്തിനുണ്ട്. പുള്ളിക്കാരി മമിത നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല അങ്ങനെയല്ല, പുള്ളിക്കാരുടെ ഇമോഷൻസ് നല്ല രസമുണ്ട് ആക്ച്വലി. പുള്ളിക്കാരുടെ ആ ഒരു നമ്മൾ ഓൾറെഡി നമ്മുടെ ഏത് പടത്തിൽ നമ്മൾ പ്രേമലുവിൽ കണ്ട ആ ഒരു സാധനത്തിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷനൊക്കെ ഇവിടെ കാണുന്നു. രഘുനാഥൻ്റെ ആയാലും അങ്ങനെ തന്നെ. ലൈക്ക് രഘുനാഥൻ നിങ്ങൾ ആസ് ഓൾവേസ് പുള്ളിക്കാരൻ്റെ ഒരു തനതായ സ്റ്റൈലുണ്ട്. ഞാനിപ്പോൾ ആദ്യം കാണിച്ചില്ല ആ സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, മാനറിസംസ്, അതൊക്കെ പുള്ളിക്കാരൻ്റെത് ലൈക്ക് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് തിരിച്ച് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഓൾറെഡി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും കുറച്ചുകൂടെ പ്രശ്നങ്ങൾ വരും. ലൈക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ലൈക്ക് ഇത് കുറച്ചും കൂടെ ഇല്ലോജിക്ക്, ഇത് കുറച്ച് ഓവറല്ലേ എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എന്താണ്, ഡ്രാമ സൈഡ് കുറച്ചുകൂടെ കൂടുതലാണ് സെക്കൻഡ് ഹാഫ്. ആൻഡ് ആക്ഷൻ സീക്വൻസ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഉണ്ട്. ലൈക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് അത് കുറച്ച് നൈസായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അങ്ങ് ഫിലിം പോയി ലാസ്റ്റ് മിക്ക സിനിമകളും എനിക്ക് തോന്നി, ലൈക്ക് പ്രദീപിൻ്റെ മിക്ക സിനിമകളിലും എനിക്ക് തോന്നി ലാസ്റ്റൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പീഡിലങ്ങ് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലവ് ടുഡേ ആയാലും നമ്മുടെ ഇതായാലും നമ്മുടെ ഡ്രാഗൺ ആയാലും അങ്ങനെ ഒരു ഫീൽ ഇതിലും തോന്നിയായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ പോയി. അപ്പം ഫിലിം ഓവറോൾ എനിക്ക് വർക്കായി, ഇല്ലെന്ന് പറയുന്നില്ല. ലൈക്ക് ഒരു ജോളി മൂഡിലിരുന്ന് പോയി കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ് നമ്മുടെ ഡ്യൂഡ്. ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് മൂവി. ബട്ട് കൺസിഡറിങ് ദിസ് ഡ്രാഗൺ ആൻഡ് നമ്മുടെ ലവ് ടുഡേ, ആ ഒരു സാധനം, ആ ഒരു മാജിക്ക് എനിക്ക് വർക്കായോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ലെവൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ബട്ട് ലൈക്ക് ഒന്ന് പോയി എന്നുള്ളവർക്ക് മൈൻഡ് ഒന്ന് ചില്ലായിട്ട് പുള്ളിക്കാരൻ്റെ മാനറിസംസും മമിതയുടെയും. പിന്നെ എടുത്ത് പറയാൻ മറന്നുപോയൊരു കാര്യം, നമ്മുടെ സാധാരണ ലൈക്ക് ഈ ഹൃദു ഹാരൂൺ എന്ന് ആൾറെഡി പറഞ്ഞ പോലെ ഹൃദു ഹാരൂൺ ഈ ഫിലിമിലുണ്ട്. പുള്ളിക്കാരൻ ലൈക്ക് മേനെ പ്യാർ കിയ അങ്ങനത്തെ ലൈക്ക് 1-2 ഫിലിംസിലും ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു പുള്ളിക്കാരനാണ്. സോ പുള്ളിക്കാരന് ഇവിടെ സെക്കൻഡ് ഹാഫ് ഫുൾ ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ ലൈക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ന്യൂ കമേഴ്സിന് അങ്ങനെ ഒരു സൈഡ് റോൾ ലൈക്ക് സാധാരണ ചെയ്യാറുള്ളൂ. സൈഡ് റോളായിട്ട് ഇങ്ങനെ മിനിയേച്ചറായിട്ട് മിനിസ്കൂളായിട്ട് അങ്ങനെ അവർ നിർത്തും. പക്ഷേ ഇതിൽ ലൈക്ക് പുള്ളിക്കാരനെ ഓവറോളായിട്ട് നിർത്തി പുള്ളിക്കാരൻ്റെ ആവശ്യത്തിനൊരു ഒരു സ്പേസിങ് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അത് റിയലി അപ്രീഷിയേറ്റഡ് ആണ്. സോ അതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കൊരു 7.5 ആണ് ഫ്രം മൈ എൻഡ്. സോ ഈ നിങ്ങൾ ഫിലിം കണ്ടിട്ട് അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. കുറച്ച് അതായിപ്പോയി, നിങ്ങൾ കമൻസ് ഇടുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റിവ്യൂ എപ്പോൾ വരും എന്ന് അറിഞ്ഞൂടാ. ഇത് ഞാൻ നാട്ടിൽ വന്നതുകൊണ്ട് ലൈക്ക് ഞാൻ കുറച്ച് നാളായല്ലോ വ്ളോഗിങ് ഒക്കെ ചെയ്ത്, ലൈക്ക് ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പം എൻ്റെ ഒരു ബോയ BY-M1 ആ മൈക്ക് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സൗണ്ട് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ, അതിൻ്റെ കൂടെ ഒരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ ഗൈസ്.